അപ്പോൾ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി നൽകിയ ഒരു സമ്പത്താണ്, ഒരു അനുഗ്രഹമാണ് ഭവനം എന്നത്. ആ ഭവനത്തെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇബാദത്തുകൾ കൊണ്ട്, ആരാധനാ കർമ്മങ്ങൾ കൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളെ നമ്മൾ ഐശ്വര്യപൂർണ്ണമുള്ളതാക്കി എടുക്കണം. ഐശ്വര്യമുള്ള ഭവനമാക്കി നമ്മൾ മാറ്റണം. അങ്ങനെ ഇബാദത്തുകളും ദിക്റുകളും അദ്കാറുകളും കൊണ്ട് അലങ്കാരപ്പെടുത്താത്ത ഭവനങ്ങളെ എന്തിനോടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചതെന്നറിയുമോ? ചില ആളുകളുണ്ട്, ഭവനങ്ങളില് ഭയങ്കര പ്രശ്നമാണ്, പ്രയാസമാണ്, ഭയങ്കര ഷർറാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നവരുണ്ട്. എന്നാൽ ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം എന്താണെന്നറിയുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ശൈത്താനിയത്തിന്റെ ഉപദ്രവങ്ങളാണ്. ഈ ശൈത്താനിയത്ത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ തന്നെയാണ് നമ്മുടെ ഭവനങ്ങളെ ശൈത്താനിയത്തിന്റെ ഭവനങ്ങളാക്കി മാറ്റുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെ? ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തുൽ വാഖിഅ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം നിങ്ങൾ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന്. എവിടെ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ഇന്ന് എത്ര വീടുകളിലാണ് ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്? എവിടെയാണ്? ഇന്ന് സീരിയലുകളുടെയും സിനിമകളുടെയും ഫോൺ വീഡിയോകളുടെയും കാലമായി മാറി. മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പണ്ടത്തുള്ള ആളുകൾ, ഉമ്മമാര്, സഹോദരങ്ങൾ, ഉപ്പമാരൊക്കെ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുമായിരുന്നു. ഇന്ന് സീരിയലുകളുടെയും സിനിമകളുടെയും ഫോൺ വീഡിയോകളുടെയും ലോകത്തേക്ക് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം മഗ്രിബ് നമസ്കരിക്കുന്നുണ്ടോ എന്ന് പോലും ചില വീടുകളിൽ ഇന്ന് നമുക്ക് ഉറപ്പില്ല. ഇതൊക്കെ കേൾക്കുമ്പോ, ഇന്ന് പല വീടുകളിലും പല ഭവനങ്ങളിലും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോ അത്ഭുത സ്തംഭരായി നിന്ന് പോവുകയാണ്. ദീൻ ഇന്ന് ഏറ്റവും കൂടുതൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. നമ്മൾ മനസ്സിലാക്കണം, ദീനെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ദീനിയായ ഒരു മാഹവല് വീടുകളിൽ ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ, ബർക്കത്ത് കേടുകളെല്ലാം ഇന്ന് പല വീടുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതെല്ലാം ഓരോരുത്തർ വീടുകളുടെ പ്രശ്നങ്ങള്, കുടുംബത്തിലെ പ്രശ്നങ്ങൾ വന്ന് പരാതി പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഈ പൈശാചികമായ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് ഒരു വഴി പറഞ്ഞു തരട്ടെ. അള്ളാന്റെ റസൂല് പറഞ്ഞു തരുകയാം. ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുകയാ, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, ലാ തജ്അലൂ ബുയൂതകും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹീതമായ ഭവനമുണ്ടല്ലോ പ്രിയമുള്ളവരെ, വീടില്ലാത്തവരോട് ഭവനത്തിന്റെ വിലയറിയണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, ഭവനമില്ലാത്തവനോട് ചോദിക്കണം. എന്നാൽ അല്ലാഹു നിനക്കിന്ന് ഭവനം നൽകിയെങ്കിൽ ആ ഭവനത്തെ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ നാമങ്ങൾ കൊണ്ട് നീ അലങ്കാരപ്പെടുത്തണേ, ഇബാദത്തുകൾ കൊണ്ട് നീ അലങ്കാരപ്പെടുത്തണേ പ്രിയമുള്ളവരെ. അങ്ങനെ അലങ്കാരപ്പെടുത്താത്ത വീട് എങ്ങനെയുള്ള ഭവനമാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, ലാ തജ്അലൂ ബുയൂതകും ഖുബൂറാ. നിങ്ങളുടെ വീടുകളെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഭവനങ്ങളെ ഉണ്ടല്ലോ, നിങ്ങളെ ശ്മശാനങ്ങളാക്കരുതേ, അതായത് ഖബറിടങ്ങളാക്കരുതേ. കുറച്ചും കൂടെ മനസ്സിലാകുന്നതിന് വേണ്ടി ഖുബൂറ എന്നിടത്ത് ഞാൻ അർത്ഥം വെക്കുന്നത് എന്താണെന്നറിയുമോ? പ്രേതാലയങ്ങൾ നിങ്ങളാക്കരുതേ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, നാം ഒന്ന് മനസ്സിലാക്കണേ, ദിക്റുകളും അദ്കാറുകളും ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, ഇബാദത്തുകളില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, അവിടെ ഒരുപാട് ദുഃഖങ്ങൾ കടന്നു വരുന്നതാണ്. അതായത് മോശമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായിട്ടുള്ള മക്കളുണ്ടല്ലോ, ആ ഭവനത്തിൽ വളർന്നു വരുന്നതാ. അതിന് മാതാപിതാക്കളെ, നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടല്ലോ
നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ മാതൃകയായി വന്നില്ല എങ്കിൽ ഇബാദത്തുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മക്കളുടെ മുമ്പിലാണെങ്കിൽ ആ ഭവനത്തിൽ നിങ്ങൾ ഐശ്വര്യമുള്ളതാക്കി തീർത്തില്ല എങ്കിൽ അതാ നിങ്ങളുടെ മക്കളുണ്ടല്ലോ മോശമായ കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായി പോലും മാറി നിങ്ങളുടെ കുടുംബജീവിതം തകർന്നടിഞ്ഞു പോകുന്നതാ. ഇന്ന് മക്കളെല്ലാം കഞ്ചാവിനും മയക്കുമരുന്നതിന്റെയും പേരില് ഇന്ന് എന്റെ പ്രിയമുള്ളവരെ കുടുംബങ്ങൾ എത്രയോ കുടുംബങ്ങളാ തകർന്നു പോയത്. നമ്മൾ ചിന്തിക്കണം, നമ്മളുടെ വീടിന്റെ പ്രശ്നമാണെങ്കിൽ അത് മനസ്സിലാക്കണം, അത് ഇബാദത്തുകളും ദിക്റുകളും അദ്കാറുകളും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളുടെ വീടുകൾ ഇന്ന് ശവകുടീരങ്ങളായി മാറിയെങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാ, പ്രിയമുള്ളവരെ വസല്ലു അലയ്യ, ഈ ഹദീസിന്റെ ബാക്കിയാ പറയുന്നത്, വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്തുകൾ ധാരാളമായി നിങ്ങൾ ചൊല്ലണേ. നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് നിങ്ങൾ ചൊല്ലണേ. ഫൈന സ്വലാത്തിക്കും, തീർച്ചയായും നിങ്ങളുടെ സ്വലാത്തുകൾ ഉണ്ടല്ലോ, തബുലുഗനി, അത് എന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഹൈസ് കൊണ്ടും നിങ്ങൾ എവിടെ ഇരുന്ന് ചൊല്ലിയാലും അതിന്റെ ഉണ്ടല്ലോ, ആ സ്വലാത്തുണ്ടല്ലോ എന്റെ പേരിൽ എത്തിക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങളെ ഇബാദത്തുകൾ കൊണ്ട് അലങ്കാരപ്പെടുത്തുക, ആ ഭവനങ്ങളിൽ ഐശ്വര്യമുണ്ടാകുന്നതാണ്.